പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു വീണ്ടും സിനഗോഗിൽ പ്രവേശിച്ചു. കൈ ശോഷിച്ച ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. യേശുവിൽ കുറ്റമാരോപിക്കുന്നതിന് വേണ്ടി സാബത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്ന് അറിയാൻ അവർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. കൈ ശോഷിച്ചവനോട് അവൻ പറഞ്ഞു, എഴുന്നേറ്റ് നടുവിലേക്ക് വരൂ. അനന്തരം അവൻ അവരോട് ചോദിച്ചു, സാബത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം? അവർ നിശബ്ദരായിരുന്നു. അവരുടെ ഹൃദയകാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു അവനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി, അത് സുഖപ്പെട്ടു. ഫരിസേയർ ഉടനെ പുറത്തേക്കിറങ്ങി യേശുവിനെ നശിപ്പിക്കുവാൻ വേണ്ടി ഹെരോദോസ് പക്ഷക്കാരുമായി ആലോചന നടത്തി. ഈ വചനഭാഗത്തിലൂടെ യേശു നാം എപ്പോഴും നന്മ ചെയ്യുന്ന ആ പ്രവർത്തനത്തിൽ നിന്നും മാറരുത് എന്നുള്ളത് തന്നെയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്ത് വിചാരിച്ചോട്ടെ, നന്മയിൽ നിന്നും നമ്മൾ ഒരിക്കലും വ്യതിചലിക്കാതെ, നന്മ ചെയ്യുവാനായിട്ട് നമ്മൾ മടി കാണിക്കാതെ മുന്നോട്ട് തന്നെ നീങ്ങുക എന്നുള്ളതാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് നമ്മളും മറ്റുള്ളവരും ദൈവത്തിൽ കൂടുതൽ ആഴപ്പെടുവാനായിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ടുമുള്ള അവസരങ്ങൾ നമ്മൾക്ക് മറ്റുള്ളവർക്ക് നൽകാം. നമ്മുടെ നന്മ പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവർക്ക് പ്രയോജനമുണ്ടെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് നിർത്തിവെക്കേണ്ടത്? നമ്മളിൽ അസൂയുള്ളവർ ചിലപ്പോൾ നമ്മളെ താഴ്ത്താനായിട്ട്, നമ്മളെ തകർക്കാനായിട്ട് നോക്കിയെന്ന് വരാം. എന്നാൽ അത് വകവയ്ക്കാതെ നമ്മൾ ദൈവമഹത്വത്തിന് വേണ്ടി എല്ലാം ചെയ്യുന്നത് നല്ലത് തന്നെ. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.